ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഉറട്ടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാ പേരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ട് അലിയിച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് എന്തായാലും മുന്നിട്ട് നിൽക്കണം. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാവിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഉപ്പിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടിയാലും ടേസ്റ്റാണ്. ഇപ്പം ഞാനിത് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ. തേങ്ങ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏകദേശം 350-400 ഗ്രാം മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൊടുക്കുന്ന അനുസരിച്ച് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മാവ്. സ്റ്റൗ സിമ്മിലായിരിക്കണം. ഇപ്പം നമ്മുടെ മാവൊക്കെ ഏകദേശം ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പം തണുത്തിട്ടുണ്ട് ഏകദേശം. നമുക്ക് കുറച്ച് എണ്ണ കൂടെ കയ്യിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ചൂടോടുകൂടിയാണ് കുഴയ്ക്കുന്നത്. നല്ല തണുത്ത് കഴിഞ്ഞാൽ കുഴയ്ക്കാൻ പാടാണ്. അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി വേണം. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന അത്രയും ചൂടിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടൊക്കെ കൈ തട്ടും, അത് സാരമില്ല. നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിലാണ് ഉറട്ടി ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 2 കഷ്ണം ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആദ്യം ഒരു ഇല വെച്ച് കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു ഉരുള നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ഇല അതിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് ചപ്പാത്തി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉറട്ടി കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ദോശക്കല്ലാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉറട്ടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുത്തു. ഇനി ആ സൈഡും അതുപോലെ വേവട്ടെ. 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഓയിൽ തടവാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ വേറെ ഓയിലൊന്നും തേക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഉരുട്ടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ഉരുട്ടി ഒന്ന് ചുട്ടെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാ പേരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പം നമ്മുടെ എല്ലാ ഉരുട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയോ മട്ടൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ പേരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്